ആ മോളെ, ഇന്നലെ തിന്നാനും കുടിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഇതങ്ങോട്ട് കുടിച്ചേ. പിടിക്കേ പിടിക്കേ. ആ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് ആഹാരം കഴിച്ചല്ലോ മുത്തശ്ശി. എന്നാലും അതിനു മുമ്പ് പട്ടിണിയായിരുന്നല്ലോ. കുടിക്കേ കുടിക്കേ. അച്ഛാ, ഇന്നലെ രാത്രി ഒരു 10-10:30 ആയപ്പോ എനിക്കൊരു കോള് വന്നിരുന്നു. ലക്ഷ്മിയുടെ കോള്. ഞാൻ എടുത്തില്ല. അയാളുടെ കാര്യം പറയാനായിരിക്കുമല്ലോ വിളിച്ചത്. ഇനി ആശുപത്രിയിലായിരിക്കുമോ അതോ വീട്ടിലായിരിക്കുമോ? തീർന്നെങ്കിൽ വീട്ടിലെത്തി കാണും. ഇനി മോർച്ചറിയിലാണോന്നും അറിയില്ല. ഞാൻ ഏതായാലും ആ മാമേട്ടനെ ഒന്ന് വിളിക്കാം. ഇന്നലെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലോ. വിളിക്ക് വിളിക്ക്. പ്രതാപ, എന്തായി മാമേട്ടാ? ഇന്നലെ മുഴുവൻ ഫോൺ ഓഫാക്കി വെച്ചിട്ട് അവൻ വിളിക്കുക. ഹലോ മാമേട്ടാ. ഐസുനാത്ത ചത്തിട്ടില്ല, കുറച്ച് സീരിയസാ. എന്നാ കൂടുതൽ സംസാരിക്കട്ടാ. ഏത് ആശുപത്രിയില്ല? ഞാൻ അങ്ങോട്ട് വരാം. ഉറപ്പായിട്ടും വരണം. ഇവിടെ RSM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ. ശരി മാമേട്ടാ, ഞാൻ മോളെ കൂട്ടിട്ട് ദേ അങ്ങെത്തി. ശരി. എന്താ വെച്ചാ, അയാൾ ഹോസ്പിറ്റലിലാണോ? ഐസിയുല, ചത്തിട്ടില്ലെന്നാ പറഞ്ഞേ. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ. സീരിയസ് ആമേ, രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. അത്രയെങ്കിലും ആയല്ലോ അച്ഛാ. അവിടെ ലക്ഷ്മി ഉണ്ടോ? അതിനെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. അതെന്തിനാ ചോദിക്കുന്നേ? അവളവിടെ കാണുമല്ലോ, കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട്. മോള് കാണാൻ ആഗ്രഹിച്ചു അത് തന്നെയാണല്ലോ. പോയി കാണ്, മനസ്സ് നിറയെ കാണ്. എങ്കിൽ നമുക്ക് പോയിട്ട് മോളെ. ചിലപ്പോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ ഐസിയുനകത്ത് നിന്ന് വെള്ള പൊതച്ച അവന്റെ ശരീരം സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റിയ. അതിനുവേണ്ടിയേ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടടാ. അതെ, പോകുന്ന വഴിക്ക് നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പോവാം. അത് നടക്കണേന്ന് പ്രാർത്ഥിക്കാം. സമയം വേണ്ട, മോള് വാ. പോയിട്ട് വരാം മുത്തശ്ശി. പോയിട്ടോ. ശരി അമ്മേ. എടാ പ്രതാപ, അവൻ ആവിയായാ പറയണേടാ. എന്നാ പിന്നെ ഞാൻ കമലേശ്വരത്ത് പോയി നിക്കാം. ആംബുലൻസിൽ അവനെ കൊണ്ടുവരുമ്പോ കുറച്ച് കണ്ണീരുമായിട്ട്. ശരി അമ്മേ. പോയിട്ടോ. കാലൊടിഞ്ഞവന്റെ ഇപ്പൊ കൈ ഒടിഞ്ഞു കാണും അല്ലേ അച്ഛാ? കൈയും കാലും മാത്രമല്ല മോളെ, ശരീരം ആസകലം ചതഞ്ഞു പോയി കാണും. അച്ഛാ, മോളെ എന്താ ഇവിടെ നിർത്തിയേ? മോളെ മുൻവശത്ത് ഇറങ്ങാതെ ഇവിടെ വന്നതേ ആരെങ്കിലും ഒക്കെ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. ലക്ഷ്മി ഇവിടെ കാണോ? കാണാതെ പിന്നെ അവളുടെ കെട്ടിയൊന്നുമില്ല അത് കിടക്കുന്നേ. അവളുടെ കരച്ചില് കാണുമ്പോഴേ ചിരിക്കാതിരിക്കാൻ വലിയ പാടായിരിക്കും അച്ഛാ.
ചിരിക്കണ്ട. അവനെ കണ്ടിട്ട് കാറിനകത്ത് വന്നിരുന്നിട്ടേ നമുക്ക് രണ്ടു കൂടെ പൊട്ടിയൊക്കെ ചിരിക്കാം. അതുപോലെ തന്നെ ഇങ്ങനൊരു സന്തോഷ വാർത്ത കേട്ട സ്ഥിതിക്ക് ഇന്ന് തന്നെ മോള് ഉണ്ണിയുടെ ഒപ്പം വീട്ടിലേക്ക് പോണം. ഇനിയിപ്പോ പോവണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവും. ഉണ്ണിയേട്ടന് ചിലപ്പോ ഇവിടത്തെ തിരക്കുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ ഉണ്ണിയേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയാ മതി. ഏട്ടനോട് അനിയന് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ട് ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അത് വേണം. ഞാൻ ഇവിടെ തന്നെ കാണും, എല്ലാത്തിനും മുൻകൈ എടുത്തോണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ കണ്ണന്റെ അച്ഛന്റെ പിന്നാലെ അവനും പോയെന്നുള്ള വാർത്തയെ മോളെ. പകുതി ജീവനുമായിട്ടാ ഇത്രയും കാലം ജീവിച്ചോണ്ടിരുന്നെ. ഇനി ബാക്കി പോവാൻ വലിയ പാടൊന്നും കാണത്തില്ലല്ലോ. അതുപോലൊരു അപകടമായിരുന്നു മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.